ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരത്തിലേക്കാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച RRT ലൈൻ പദ്ധതി കേരളത്തിൽ അത്ര പ്രായോഗികമല്ല എന്നതാണ് മെട്രോമാനായ ഇ ശ്രീധരൻ അറിയിക്കുന്നത്. RRT ലൈനിനെ കുറിച്ച് സംസ്ഥാനം തന്നോട് ചർച്ച നടത്തിയിട്ടില്ല എന്നും RRT ചെറുനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണ്, ഇതിന് വേഗത കുറവായിരിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഇ ശ്രീധരന്റെ ബദൽ ലൈനിനെ വെട്ടിക്കൊണ്ടാണ് ബജറ്റ് തലേന്ന് നിർണായക തീരുമാനങ്ങൾ സർക്കാർ നടത്തിയത്. ബദൽ അതിവേഗ പാത ഉടൻ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന് ശ്രീധരൻ പറഞ്ഞിരുന്നു. 15 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് RRT ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റൂട്ടിലാണ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 583 കിലോമീറ്റർ നീളത്തിലാണ് പദ്ധതി. 4 ഘട്ടമായാണ് നടപ്പാക്കുക. പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ താൽപ്പര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക കത്തും അയക്കും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച RRT ലൈൻ പദ്ധതി കേരളത്തിൽ അത്ര പ്രായോഗികമല്ല എന്നതാണ് ഇ ശ്രീധരൻ പറയുന്നത്. RRT ലൈനിനെ കുറിച്ച് സംസ്ഥാനം തന്നോട് ചർച്ച ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. RRT ചെറുനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണ്, ഇതിന് വേഗത കുറവായിരിക്കുമെന്നും ഇ ശ്രീധരൻ പറയുന്നു. ഇ ശ്രീധരന്റെ ബദൽ ലൈനിനെ വെട്ടിക്കൊണ്ടാണ് ബജറ്റിന് തലേന്ന് നിർണായക തീരുമാനങ്ങൾ സർക്കാർ നടത്തിയത്. ബദൽ അതിവേഗ പാത ഉടൻ കേന്ദ്രം പ്രഖ്യാപിക്കുമെന്ന് ശ്രീധരൻ പറഞ്ഞിരുന്നു. 15 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് RRT ലൈൻ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റൂട്ടിലാണ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 583 കിലോമീറ്റർ നീളത്തിലാണ് പദ്ധതി. 4 ഘട്ടമായാണ് നടപ്പാക്കുക. പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ താൽപ്പര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക കത്തും അയക്കും.